ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും അത്ര സന്തോഷത്തിലല്ല ഇരിക്കുന്നത്. അതിനാൽ നിങ്ങൾക്ക് എല്ലാവരും സന്തോഷത്തിലായിരിക്കുന്നു എന്ന് ഞാൻ ആദ്യമേ പറയുന്നില്ല. നിഫ്റ്റി ഇന്നലെ ഫ്രൈഡേ ക്ലോസ് ചെയ്തേക്കുന്നത് 22,124 കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് ആണ് 22,500 സപ്പോർട്ട് പരിഗണിക്കാവുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 22,500 ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞ ഓർമ്മയുള്ളൂ. അത് ശക്തമായ ഫോളാണ് ഉണ്ടായിട്ടുള്ളത്. 22,124 ക്ലോസ് ചെയ്തിട്ടുണ്ട്. 1.86% ലോസിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത ആഴ്ചയുടെ സപ്പോർട്ട് പറയാനുള്ളത് റെസിസ്റ്റൻസ് പറയുന്നുണ്ട്. അത് ടെക്നിക്കലായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് പറയുന്നത്. അത് കൃത്യമായിട്ട് പാലിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. അപ്പൊ അടുത്തായിട്ടുള്ള സപ്പോർട്ട് നിഫ്റ്റിക്ക് വരാൻ സാധ്യതയുള്ളത് 21,850 അതായത് ഒരു 300 പോയിന്റിന്റെ അടുത്ത് താഴെ വന്നു കഴിഞ്ഞാൽ 21,850 നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ട് ഉണ്ട്. റെസിസ്റ്റൻസ് 22,900 റെസിസ്റ്റൻസ് വളരെ അകലെയാണ്. കാരണം 22,124 ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പൊ റെസിസ്റ്റൻസ് 22,900 സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നത്. 21,850 സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നത്. ഇന്നലെ നിഫ്റ്റി 1.86% വീണതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത സെക്ടറുകൾ ഏതൊക്കെയാ നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത സെക്ടർ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ എല്ലാ സെക്ടറുകളും എത്ര ശതമാനം വെച്ച് വീണുണ്ട് എന്ന് പറയാം. ഒരു സെക്ടർ പോലും ഇന്നലെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം അതിഗംഭീര സെല്ലിങ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിഫ്റ്റി ഫാർമ 1.92% ലോസിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സ്മോൾ ക്യാപ് ഇൻഡെക്സ് 3.11% ലോസിലാണ്. മിഡ് ക്യാപ്പ് 2.06% നെഗറ്റീവിലാണ്. PSU ബാങ്ക് 2.83% ലോസിൽ തന്നെയാണ്. മെറ്റൽ സെക്ടർ 1.34% ലോസിലാണ്. മീഡിയ സെക്ടർ 3.48% ലോസിൽ തന്നെയാണ്. FMCG 2.62% ലോസിൽ തന്നെയാണ്. അതിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ് 4.40% വീണുണ്ട്. ടാറ്റ കൺസ്യൂമർ 4.39% വീണുണ്ട്. ബ്രിട്ടാനിയ 3.92% വീണുണ്ട്. അതിനുശേഷം നിഫ്റ്റി ബാങ്ക് 0.82% ലോസിൽ തന്നെയാണ്. നിഫ്റ്റി ഓട്ടോ 3.42% വീണുണ്ട്. അതിന് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 5.19% ലോസിൽ വീണുണ്ട്. ടാറ്റ മോട്ടോഴ്സ് 4.30%. ബജാജ് ഓട്ടോ 4%. മാരുതി 3.51% വീണുണ്ട്. അതിനുശേഷം നിഫ്റ്റി റിയാലിറ്റി 1.41% ലോസിലാണ്. നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് 0.89% ലോസിൽ തന്നെയാണ്. നിഫ്റ്റി ഐ ടി ആണ് ഇന്നലെ കൂടുതലായിട്ട് നിഫ്റ്റിനെ താഴോട്ട് വലിച്ചതായിട്ട് മെയിൻ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. നിഫ്റ്റി ഐ ടി ആണ്. നിഫ്റ്റി ഐ ടി മാത്രം 4.18% ലോസിലാണ്. 4% മുകളിൽ ലോസ് വന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ മെയിൻ ഐ ടി കമ്പനികളിലാണ് ഏറ്റവും കൂടുതൽ വീണാക്കുന്നത് ടെക്കം ആണ്. ടെക്കം 6.32% വീണുണ്ട്. വിപ്രോ 5.72% വീണുണ്ട്. ഇൻഫോസിസ് 4.34% വീണുണ്ട്. TCS 3.58% വീണുണ്ട്. HCL ടെക് 3.32%. എല്ലാ ഐ ടി കമ്പനികളും അതിശക്തമായി ഇടിവിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചേക്കുന്നത്. ഇനി അടുത്തായിട്ട് നിഫ്റ്റി എനർജി 2.09% ലോസിൽ തന്നെയാണ്. നിഫ്റ്റി ഇൻഫ്രാ സെക്ടർ 2.07% ലോസിൽ തന്നെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സെക്ടറുകളും തന്നെ റെഡിൽ തന്നെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ അവസ്ഥ നോക്കിയിട്ട് വരാം. മേജർ ആയിട്ടുള്ള 7 ഗ്ലോബൽ മാർക്കറ്റുകൾ നമ്മൾ എടുത്തേക്കുന്നത്. നാസ്ഡാക്ക് ഫ്രൈഡേ ക്ലോസ് ചെയ്തേക്കുന്നത് 1.62% അപ്സൈഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അതായത് 1.5% മുകളിൽ അപ്സൈഡ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഡോ ജോൺസും 1.18% പ്ലസിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. S&P 500ഉം 1.59% അപ്സൈഡ് തന്നെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. നിക്കി മാർക്കറ്റ് ഇന്നലെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. 2.88% ലോസിലാണ്. അതായത് ചൈനീസ് മാർക്കറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ബാക്കി ഫഡ്സ മാർക്കറ്റ് 1.18% അപ്സൈഡ് തന്നെയാണ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് ജസ്റ്റ് ഫ്ലാറ്റ് എന്ന് പറയാം. ടെക്സി 14 ഫ്രാൻസ് മാർക്കറ്റ് 0.11% പ്ലസിൽ തന്നെയാണ്. അപ്പൊ ഗ്ലോബൽ മാർക്കറ്റ്സ് ചൈനീസ് മാർക്കറ്റിലെ നിക്കി മാർക്കറ്റ് ഒഴിച്ചാൽ ബാക്കി എല്ലാം അമേരിക്കൻ മാർക്കറ്റുകളും യൂറോപ്യൻ മാർക്കറ്റുകളും എല്ലാം തന്നെ പോസിറ്റീവ് സെന്റിമെന്റിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അമേരിക്കൻ മാർക്കറ്റ്സുകളും 3 അതിഗംഭീര റാലി നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ റാലിയൊക്കെ നമുക്ക് തിങ്കളാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ഓക്കെ,
ഡിസ്ക്ലൈമർ ആയിട്ട് പറയാണ്, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് അതിന് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് ഇനി ഇതുമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ നിങ്ങൾ ചാനൽ കണ്ടുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത വലിയവരുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഏകദേശം ലഭിക്കുന്നതായിരിക്കും. സാധിക്കുമെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും ഓരോ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനയമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ.